അതെ ഇപ്പൊ തനി ഒളിച്ചോർന്ന കാര്യം അച്ഛനറിഞ്ഞ പ്രശ്നമാവൂലേ? അച്ഛനറിയാ. ഇന്നാളെ എന്നെ പൊക്കി. അപ്പൊ അച്ഛൻ പറഞ്ഞെന്താന്നറിയോ? അച്ഛന്റെ അമ്മയുടെ മുഖത്ത് കരിവാരി തേക്കാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ ഇതുവഴി പൊക്കോണോന്ന്. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, ചൂട് കരിവാരി അച്ഛന്റെ അമ്മയുടെ മുഖത്ത് തേച്ചിട്ട് അതുവഴി അങ്ങ് പോയി. നല്ല മോളാ. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? ഞങ്ങള് 4 പെൺമക്കളാണ്. മൂത്തത് ഡയാന, രണ്ടാമത്തെ എലീന, മൂന്നാമത്തെ ശ്രീവിദ്യ, 4ാമത്തെ വിഷ്ണുപ്രിയ ഞാനാ. ഇതുപോലെ ഗതി കേട്ട ഒരു അച്ഛൻ വേറെ ഉണ്ടാവൂല. ലോകത്തുള്ള എല്ലാ അബദ്ധങ്ങളും ആ വീട്ടിലുണ്ട്. അച്ഛനോട് പറയണം വീട്ടിലൊരു തത്തയെ മേടിച്ച് വളർത്താനായിട്ട്. എന്തിനാണ്? അല്ല, വീട്ടിലുള്ള 4 കിളി പോയതാണ്. ഒരു കിളിയെങ്കിലും വീട്ടിൽ ഉണ്ടാവട്ടെ എന്ന് കരുതി പറഞ്ഞതാണേ. ഞങ്ങൾ അങ്ങനെ പറയണേ? അച്ഛൻ വിളിക്കണേ. തന്റെ അച്ഛനല്ല, എന്റെ അച്ഛനാണ്. ആ തന്റെ അച്ഛ. അയ്യോ, തന്റെ അച്ഛനല്ല, എന്താ അച്ഛ? ഇല്ലല്ലേ, ഞാൻ പെട്രോൾ പമ്പിൽ നിൽക്കാണ്. വിശ്വാസായില്ലേ? 1 മിനിറ്റ്, പെട്രോൾ പമ്പ് ഡീസൽ. വിശ്വാസായ? ശരിയാണ്, ബൈക്കിനകത്ത് ഡീസലിലെ പെട്രോൾ ആണല്ലേ. എന്റെ ചേട്ടാ, പെട്രോളാണ്. പെട്രോൾ. ഇപ്പൊ വിശ്വാസായ? ഞാൻ സത്യമാണ് പറഞ്ഞു. എടി മണ്ണുണ്ണി, ഞാൻ പെട്രോൾ പമ്പിലാണ് നിൽക്കാൻ, റേഷൻ കടയിലല്ല. ഞാൻ കയറ്റി വെച്ചാണ്. അച്ഛൻ ഞാൻ വന്നോളാം. അച്ഛൻ ഫോൺ വെച്ച് പോകാവാ. അല്ല പിന്നെ അയ്യോ, അച്ഛൻ വിളിക്കണു. ഞാൻ പറഞ്ഞില്ല ഡീസൽ കയറി, പിന്നെ എന്താ വിളിക്കുന്നത്? തന്റെ അച്ഛനല്ല, എന്റെ അച്ഛനാണ്. അച്ഛാ, ഞാനച്ചാ കടയിൽ വന്നേക്കണേ ഉള്ളി മേടിക്കാൻ. 1 മിനിറ്റ് അച്ഛാ, ഒന്ന് ഗൂഗിൾ പേ ചെയ്തോട്ടെ. 50 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. ഞാനിപ്പ വരാട്ടാ.